മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം ആ രീതിയിൽ തന്നെ എക്സൈസ് വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രശ്നമെന്ന് പറയുന്നത് മദ്യവ്യാപനം, മയക്കുമരുന്ന് വ്യാപനമൊക്കെ അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസും ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ്, ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്ത് തലങ്ങളിൽ, നഗരസഭാ തലങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കുട്ടികൾ, ഒരു കുട്ടി പോലും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ ശ്രമം നടക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ലഹരിയില്ല. മദ്യവും മയക്കുമരുന്നൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്. ഏതാണ് കൂടുതൽ ആപൽക്കരം? നമുക്കറിയാം, മദ്യപാനം മൂലവും അച്ഛനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛൻ, അമ്മയെ കൊല്ലുന്ന മകൻ, എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ വ്യാപകമായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലഹരി വ്യാപനമാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള, മദ്യവ്യാപനത്തിനും അതിൻ്റെ കൺസംഷനും എതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള